ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എൻ്റെ പുറകിൽ ഈ കാണുന്ന പോസ്റ്റർ, അതായത് ഓണം യേശുവിനോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പാസ്റ്റർ റെയ്സൺ തോമസ് പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്, ഓണം യേശുവിനോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ഓണമാണോ നടക്കുന്നത് അതോ ആരാധനയാണോ പ്രാർത്ഥനയാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അദ്ദേഹം കൊടുത്തിരിക്കുന്ന പോസ്റ്റർ കാണുമ്പോൾ ആളുകളെല്ലാം ഓടിച്ചെല്ലുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആളുകളെ എങ്ങനെയെങ്കിലും കുത്തി നിറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയിരിക്കുന്നതാണല്ലോ ഈ ഇൻഡിപെൻഡന്റ് സഭകൾ എന്ന് പറയുന്ന, പുതിയ ജനറേഷൻ സഭകൾ എന്ന് പറയുന്നത്. അപ്പോ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം നേരത്തെ ബെന്തിക്കോസ് ആയിരുന്നു. അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ അനുഷ്ഠാനങ്ങളും അദ്ദേഹത്തിന് ഇഷ്ടമായില്ല എന്നതുകൊണ്ടാവാം അദ്ദേഹം ഒരു സ്വതന്ത്ര സഭയിലേക്ക് അദ്ദേഹം മാറിയത്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ ഓണം ആഘോഷിക്കാം എന്നുള്ള ഒരു പ്രസ്താവന പകുതി കൊടുത്തിരിക്കുകയാണ്. പണ്ടെങ്ങാണ്ട് ഒരിക്കല് ഹെവൻലി ബിറ്റിലെ തങ്കു ബദർ പറഞ്ഞ് ഓണം ആഘോഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബെന്തിക്കോസിൽ എല്ലാവരുടെ അദ്ദേഹത്തിനെതിരായി വീഡിയോ ചെയ്യുകയും ഭയങ്കര വിഷയങ്ങളാകുകയും ചെയ്ത വിഷയങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ട കാഴ്ചകളാണ്. ബെന്തിക്കോസുകാർ ഇൻഡിപെൻഡന്റ് സഭകൾ പാർഷ്യലായിട്ട് ഓണം ആഘോഷിക്കുകയും IPC-കാരാണെങ്കിൽ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട്, അതായത് ബെന്തിക്കോസ് പോലുള്ള എല്ലാ ചർച്ച് ഓഫ് ഗോഡ്, AG മുതലായ സഭകൾ എന്ന് പറയുന്ന സംഘടനകൾ എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പൊ ആ സംഘടനകളെല്ലാം തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓണം പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓണം, ക്രിസ്മസ്, ദുഃഖവെള്ളി, അതുപോലെ തന്നെ ഈസ്റ്റർ എന്നീ സംഭവങ്ങളൊക്കെ അവർക്ക് താല്പര്യമില്ല, അവരത് ആചരിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവരതിനകത്ത് വിശ്വാസം അവർക്കില്ല. പക്ഷേ ഇവര് ഇവിടുന്ന് നേരെ വടക്കേന്ത്യക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയി ഓണം ആഘോഷിക്കുക, ക്രിസ്മസ് ആഘോഷിക്കുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. അപ്പൊ ഒരിക്കലും ഒരു പാസ്റ്ററോട് ഞാൻ ചോദിച്ചപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവരൊന്നും പെട്ടെന്ന് വിശ്വസിക്കത്തില്ല, കാരണം അവിടുത്തെ ഇന്ത്യക്കാരുടെ ഇടയിൽ ഓണവും ക്രിസ്മസും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ അവർ വിശ്വാസത്തിലേക്ക് വരാൻ സാധ്യത കുറവാണ് എന്നുള്ള കാര്യമാണ് അവർക്ക് കൂടുതലായിട്ട് പറയുവാനുള്ളത്. പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പോയാലും അങ്ങനെ തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന പാസ്റ്റർമാർ അവിടെ പോയി ഓണമൊക്കെ ആഘോഷിക്കാറുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അല്ലെങ്കിൽ അവിടെ ഒരു കൂട്ടായ്മ ഇല്ലാതെ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇതെല്ലാം അവർക്ക് വേണേയും ചെയ്യണം. എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഒരു വലിയ പ്രസംഗങ്ങൾ നടത്തും, ഓണം പാടില്ല, ക്രിസ്മസ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗിക്കും. വളരെ തെറ്റല്ലേ ചെയ്യുന്നത്. കാരണം മറ്റൊരു മതത്തെയോ മറ്റൊരു വിശ്വാസങ്ങളെയോ അവർ ഹനിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയല്ലേ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ ഇടുകയാണെങ്കിൽ തന്നെ റെയ്സൺ തോമസ് പാസ്റ്ററോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഓണസദ്യ എല്ലാവർക്കും കൊടുക്കണം. വാഴയിലേക്ക് ഇട്ട് ഓണസദ്യ എല്ലാവർക്കും കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇങ്ങനെ ഓണം യേശുവിനോടൊപ്പം ആണെങ്കിൽ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓണം യേശുക്രിസ്തുവിന്റെ പേരിൽ ആചരിക്കുകയാണെങ്കിൽ നിങ്ങൾ വരുന്നവർക്കെല്ലാം ഓണസദ്യ ഒരുക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള പോസ്റ്ററുകൾ ഇടാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അത് ഓർത്ത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനെല്ലാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഇങ്ങനെ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും ബെന്തിക്കോസുകാർക്ക് എന്താണ് പൂർണ്ണമായിട്ടും പാർഷ്യലായിട്ടുള്ള, പ്രത്യേകിച്ച് അനീഷ് കാവാലം പോലുള്ള പാസ്റ്റർമാർ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഓണം ആഘോഷിക്കാൻ പാടില്ല, ഞങ്ങൾ ബെന്തിക്കോസ് വിശ്വാസികളാണ്, ഓണം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് പറ്റുകയില്ല, തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം യൂട്യൂബിൽ ഇട്ടിരുന്നത് ശ്രദ്ധിക്കാനിടയായി. അപ്പോ അവർക്ക് ഇല്ലാത്ത കാര്യം, ഇവർക്ക് ഇൻഡിപെൻഡന്റുകാർക്ക് പാർഷ്യലായ ഓണമാണ്, പാർഷ്യലായിട്ട് അവര് പകുതി ഓണം എന്നുള്ള കാര്യമാണ്. അവര് പൂർണ്ണമായിട്ട് അവര് ആഘോഷിക്കുന്നില്ല, ഒരു പകുതി ആയിട്ട് അവര് ആഘോഷിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ഇതെല്ലാം ബെന്തിക്കോസുകാരുടെ ഇടയിലുള്ള ഒരു ഇതുകൾ മാത്രമാണ്. കാരണം ഈ ലോകത്തിലെ ഒന്നും അവർക്ക് വേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇവരിതെല്ലാം ആഘോഷിച്ച് വരുന്നതെന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്, അല്ലെ? ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായി ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. അല്ലാതെ പകുതി മാത്രമായിട്ട്, ഇപ്പൊ റെയ്സൺ തോമസ് പാസ്റ്റർ ചെയ്യുന്ന പോലെ പകുതി മാത്രമായിട്ട് ചെയ്യരുത്. എല്ലാവർക്കും ഓണസദ്യ കൊടുത്ത് എല്ലാവരെയും സ്നേഹത്തോടെ കണ്ട്, ഇതെല്ലാം ഒരു സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ഭാഗമാണല്ലോ, അത് ചെയ്യാതിരിക്കാൻ പാടില്ല. പക്ഷെ എങ്കിലും ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇട്ടിട്ട്
വരുന്ന 8-ാം തീയതി എങ്ങാണ്ടാണ് അതിന്റെ ഇത് കൊടുത്തിരിക്കുന്നത്. 8-ാം തീയതി പ്രോഗ്രാം നടക്കുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ടുള്ള ആളുകളെ പറ്റിക്കാനുള്ള ഓണമൊന്നും പറച്ചിൽ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഓണസദ്യ കൊടുക്കണം, കൊടുത്ത് എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കണം. അത് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ഓണം എന്നൊക്കെ പേരിട്ടിട്ട് എന്ത് പ്രയോജനമാണ് അതിനകത്തുള്ളത്? അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേരുകൾ ഇടാൻ പോകരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത്രയേ എനിക്ക് ഇൻഡിപെൻഡൻസ് സഭകളോട് പറയുവാനുള്ളൂ. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ബെന്തിക്കോസിന്റെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്ന ബെന്തിക്കോസിൽ നിന്ന് ഉടലെടുത്ത, ബെന്തിക്കോസിൽ നിന്ന് ജനിച്ച ഇൻഡിപെൻഡന്റ് വിഭാഗങ്ങളോട് പറയുവാൻ അത്രയേ ഉള്ളൂ. ഓണം ആഘോഷിക്കുന്നെങ്കിൽ പൂർണ്ണമായി ആഘോഷിക്കുക. അല്ലാതെ ഈ പാശിലായിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്, അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിക്കൊണ്ട് നിൽക്കുന്നത് വളരെ ശരിയായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ഇതൊക്കെ ഓർക്കുക. അതുകൊണ്ട് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.